മുതിർന്നവരെ അനുകരിക്കുന്നത് കുട്ടികളുടെ ശീലമാണ്. അമ്മ എനിക്ക് ആ സിനിമയിലെ ചേച്ചിയെ പോലെ ആകണമെന്ന് വാശി പിടിക്കുന്ന ഒട്ടേറെ കുട്ടികളുണ്ടാകും. മുറിയിൽ കയറി കണ്ണാടി നോക്കി കുട്ടിയിടുന്ന ലിപ്സ്റ്റിക്കും കണ്ണിന് ചുറ്റും നിറഞ്ഞ ഐലൈനറും നോക്കി അപ്പോൾ അമ്മ ചിരിക്കും. പക്ഷെ വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴാകും പ്രശ്നത്തിന്റെ ഗൗരവം തെളിയുക. കുട്ടിയുടെ കണ്ണ് രണ്ടും ചുവന്ന് കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് വരെ തനിക്ക് കുഴപ്പമൊന്നും വരുത്താത്ത ഐലൈനർ കുട്ടിയോട് ഇത് ചെയ്യും എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ടിവിയിലെ പരസ്യത്തിലും രക്ഷിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നിവർ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് കാണുന്ന കുട്ടികൾക്ക് ഇത് വേണമെന്ന ശാഠ്യം വളരെ ആശങ്ക പരത്തുന്നതാണ്. വലിയവരുടെ ബ്യൂട്ടി ദിനചര്യകൾ അതേപടി അനുകരിച്ച് ഇത്തരം ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുതിർന്നവർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കാത്ത എല്ലാ വസ്തുക്കളും കുട്ടികൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാം എന്ന് കരുതരുത്. അവരുടേത് മൃദുലമായ ചർമ്മമാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയും ഏറെയാണ്. ജനിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേ കുട്ടിയെ കുളിപ്പിച്ച് ടാൽക്കം പൗഡറിൽ പൊതിയുന്ന ശീലം അത്ര നല്ലതല്ല. പല കുട്ടികൾക്കും ഇത് ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്. തുമ്മലും ചുമയും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. കുട്ടിയുടെ ചർമ്മത്തിന് ഇണങ്ങുന്ന വിധം pH വാല്യൂ 5.5 ഉള്ള ബോഡി വാഷും ക്രീമും തന്നെ തിരഞ്ഞെടുക്കുക. വീര്യം കൂടിയവ ചർമ്മത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷമാവുകയും ചർമ്മ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാം. ഇതുപോലെ തന്നെയാണ് കൺമഷിയുടെ കാര്യവും. വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആയുർവേദ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന കൺമഷി മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവൂ. കുഞ്ഞിനായി വാങ്ങുന്ന കൺമഷി മറ്റാരും ഉപയോഗിക്കാതെ നോക്കുകയും വേണം. വൃത്തിയില്ലാത്ത കൈകൊണ്ട് കുഞ്ഞിന്റെ കണ്ണെഴുതുന്നതും മറ്റുള്ളവർ ഉപയോഗിച്ച കൺമഷി കൊണ്ട് എഴുതുന്നതും കുഞ്ഞിക്കണ്ണുകൾക്ക് അസ്വസ്ഥതയും അലർജിയും ഉണ്ടാക്കും. അമ്മയ്ക്കൊപ്പം പാർലറിൽ പോകുമ്പോൾ ഒരു ഫേഷ്യൽ ചെയ്തു നോക്കാമെന്ന് കുട്ടികൾക്ക് തോന്നും. ഇപ്പോൾ ആൺകുട്ടികൾക്കും പാർലറിൽ പോയി സൗന്ദര്യ പരീക്ഷണങ്ങൾ നടത്താനുള്ള വ്യഗ്രത കൂടിയിട്ടുണ്ട്. 18 വയസ്സിന് മുമ്പേ ഫേഷ്യലും ത്രെഡിങ്ങും സ്പായും വേണ്ട. 12 മുതൽ 15 വയസ്സിന് തന്നെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളവർക്ക് ക്ലീനപ്പ് ആകാം. പയറുപൊടിയോ അരിപ്പൊടിയോ തേച്ച് മുഖം കഴുകിയാലും മതി. താരനുള്ളവർക്ക് കറ്റാർവാര നീരിൽ അല്പം നാരങ്ങയും മുട്ടവെള്ളയും ചേർത്ത് മിശ്രിതം തലയിൽ പുരട്ടി പിന്നീട് നന്നായി കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ട് ഓയിൽ ബാത്തും നല്ലതാണ്. ഇത് ശരീരവും മുടിയും പുഷ്ടിപ്പെടുത്തും.